എടാ വിജയ്, അതെ, ഒരു 15 കോഴിമുട്ട, ഒരു 1.5 കിലോ ഏത്തപ്പഴം, 2 പാല്, ഒരു ബ്രെഡ് പോയി മേടിച്ചിട്ടുണ്ടോ? 15 കോഴിമുട്ട, 1.5 കിലോ ഏത്തപ്പഴം, 2 പാല്, പിന്നെന്താ ഒരു ബ്രെഡ്. ഇതിന് എടാ തികയല്ലെന്ന് എനിക്ക് അറിയാടാ. ബാക്കി പിന്നെ തരാന്ന് പറയുന്നേ. നീ പോയി മേടിച്ചോണ്ട് പോവാ, നമ്മുടെ കടക്കാരനല്ലേ. ശച്ച അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവണതാ. അതിന്റെ നാണക്കേടാണ്ട് അയാൾ വല്ലതും പറഞ്ഞ. എന്ത് നാണക്കേട്? ഇതൊക്കെ നമ്മൾ ശീലിക്കണം. ജീവിതത്തിലൊരു ഭാഗമാണ് കടം. പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. ചെല്ല്, പോയി വാങ്ങിട്ട് വാ. ഈ അച്ഛനെ കൊണ്ട് വല്ല അച്ഛാ കടയിലെ ബില്ല്. അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാന്നേ. ദേ നാളെങ്കിലും കൊടുക്കണോട്ടാ. നാളെ കൊടുക്കാം. കൊടുത്തേക്കാം. മോനെ, എടാ ഈ പേഴ്സിൽ നിന്ന് നീ പൈസ എടുത്തായിരുന്നോടാ? ആ പൈസ എടുത്ത് ഞാൻ കടയിലെ കടം വീട്ടി. കടം വീട്ടിന്നോ? ഷോ, ഞാനാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി ബൈക്കിന് വെച്ചിരുന്ന പൈസ അല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പമ്പ് വരെ പോകാനുള്ള പെട്രോൾ ഇല്ലേ? അതുണ്ട്. ആട്ടെ, പമ്പുകാരനെ അച്ഛനെ അറിയില്ലേ? അതൊക്കെ അറിയാം. ഞാൻ പിന്നെ കടം പറഞ്ഞാ കടം ചോദിക്കാം. പെട്രോൾ തന്നില്ലെങ്കിൽ നാണക്കേടാകില്ലടാ. എന്ത് നാണക്കേട്? ഇതൊക്കെ നമ്മൾ ശീലിക്കണം. ജീവിതത്തിന്റെ ഭാഗമാണ് കടം. പിന്നെ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. പോ, അച്ഛൻ പോയി പെട്രോൾ അടിക്കാൻ നോക്കി.